ഇനി ഇപ്പോൾ മാഷ് ഒരുപാട് കാലഘട്ടങ്ങളിലെ ജീവിതങ്ങൾ കണ്ടിരുന്ന ഒന്നാണ്. ഇന്നത്തെ തലമുറ 2025 ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ള നമ്മളെ ഇപ്പോഴുള്ള യുവാക്കളോടും ഇനി വരാൻ പോകുന്ന തലമുറകളോടും നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്? എങ്ങനെയാണ് ഒരു മനുഷ്യൻ വ്യക്തി ജീവിക്കേണ്ടത്? സാമൂഹിക പ്രതിബദ്ധതയുള്ള എങ്ങനെയാണ് അവൻ ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകേണ്ടത് എന്ന് ഇന്നത്തെ യുവജനങ്ങളോട് പറയാനുള്ള സന്ദേശം എന്താണ് മാഷ്? പൊതുവിൽ എനിക്ക് പറയാനുള്ളത്, അനീതിക്കെതിരായിട്ടുള്ള പോരാട്ടം പുതിയ തലമുറ ഏറ്റെടുക്കുന്നതാണ്. മഹാനായ നബീൻ്റെ ഒരു വാക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. അതായത്, അനീതി കണ്ടാൽ നിങ്ങൾ കൈകൊണ്ട് നേരിടണം, കൈകൊണ്ട് പ്രതികരിക്കണം. അതിന് നിങ്ങൾക്ക് സാധ്യമായി അല്ലെങ്കിൽ നിങ്ങൾ നാക്കുകൊണ്ട് അതിനോട് പ്രതികരിക്കണം. അല്ലെങ്കിൽ അതും സാധ്യമായില്ലെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് പ്രതികരിക്കണം. ഈ കാര്യം നമ്മൾ ധാരാളം ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ധാരാളം ആൾക്കാർ മാർക്സിസ്റ്റ് ആചാര്യന്മാരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്ങനെ ലളിതമായിട്ടും ഏറെക്കുറെ ശക്തമായിട്ടും ആവിഷ്കരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് എടുത്തത്. ഇത് വളരെ വിശാലമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു പ്രയോഗമാണ്. നമ്മൾ യുവാക്കൾ ഈ അനീതി കണ്ടാൽ പ്രതികരിക്കണം, അത് സാധ്യമാവുന്ന രീതിയിൽ. പക്ഷെ അനീതി കണ്ട് അത് ആസ്വദിച്ച് പോവുകയെന്ന് പറഞ്ഞാൽ, അത് അതിനെപ്പറ്റി കണ്ണ് ചിമ്മി പോവുകയെന്ന് പറഞ്ഞാൽ അത് സമൂഹത്തിൻ്റെ പുരോഗതിക്ക് അങ്ങേയറ്റം തെറ്റാണ്. മനുഷ്യത്വത്തിന് തന്നെ അതൊരു ആഘാതം കഴിക്കും. മനുഷ്യത്വം എന്ന് പറഞ്ഞത് അനീതിക്കെതിരായിട്ടുള്ളൊരു പോരാട്ടമായിട്ട് തന്നെയാണ്. അത് അനീതിക്കെതിരായിട്ടുള്ള പോരാട്ടം മാത്രമല്ല, സത്യത്തിനും നീതിക്കും വേണ്ടിയിട്ടുള്ള പോരാട്ടം അവസാനം വരെയുള്ള നമ്മുടെ മനുഷ്യൻ്റെ കടമയാണ്. അതുകൊണ്ട് തന്നെ ഈ യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, അനീതി കണ്ടാൽ അനങ്ങാതെ പോകരുത്, അതിനോട് പ്രതികരിക്കണം. അങ്ങനെ മനുഷ്യ സമൂഹത്തിന് ഒരു മനോഹരമായ ഒരു സമൂഹമായിട്ട് വാർത്തെടുക്കാൻ നമ്മൾക്ക് കഴിയുള്ളൂ. അത് അവിടെ നടക്കുന്നതാണ്, അത് അവൻ്റെ കാര്യമാണ്. അങ്ങനെയുള്ള ഒരു ഒഴിഞ്ഞുപോക്കും പാടില്ല. അത് പ്രത്യേകിച്ചും സത്യം, നീതി, ദയ, ഇത്തരം മാനുഷിക ഗുണങ്ങൾ അത്യാവശ്യമായിട്ടുള്ള, അത് മതങ്ങളുടെ കാര്യമാണെന്നും പോലും തെറ്റിദ്ധരിക്കുന്ന ഒരു സമൂഹം നമുക്കുണ്ട്, ഒരു യുവ സമൂഹമുണ്ട്. അത് ശരിയല്ല. അതെല്ലാം എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ളതാണ്, പ്രത്യേകിച്ചും യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ആ രീതിയിൽ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ അവർക്ക് കഴിയണം എന്നാണ് എനിക്ക് പറയുന്നത്.